രാജ്യത്തിന്റെ ആദ്യ എക്സ്റേ പൊളാരിമീറ്റർ ഉപഗ്രഹമായ എക്സ്പോസാറ്റിൽ നിന്നുള്ള ആദ്യ വിവരങ്ങൾ പുറത്തുവിട്ട ISRO സൂപ്പർനോവ അവശിഷ്ടമായ കസിയോപ്പിയയിൽ നിന്ന് പ്രകാശരശ്മികൾ ശേഖരിച്ചു. എക്സ്പോസാറ്റിലെ എക്സ്പെക്ട് പേലോഡാണ് പ്രകാശരശ്മികൾ ശേഖരിച്ചത്. പുതുവർഷ ദിനത്തിലായിരുന്നു വിക്ഷേപണം. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനേഷ്, ISROയുടെ മറ്റൊരു കണ്ടെത്തൽ, ഈ വർഷം ISRO വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. പുതിയ വിവരങ്ങൾ, അത് നൽകുന്ന സൂചനകൾ, വിശദാംശങ്ങൾ. ഗൂഗിൾ സൂപ്പർനോവയുടെ അവശിഷ്ടമായിട്ടുള്ള കസിയോപ്പയിൽ നിന്നുള്ള എക്സ്റേ രശ്മികളുടെ സാന്നിധ്യം, അതാണ് ഇപ്പോൾ ആ എക്സ്റേ രശ്മികൾ പിടിച്ചെടുത്തുകൊണ്ടതിനുള്ള മൂലകങ്ങളുടെ സാന്നിധ്യമാണ് ഇപ്പോൾ എക്സ്പെക്ട് എന്ന് പറയുന്ന പേലോഡ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കണ്ടെത്തിയ മൂലകങ്ങൾ എന്ന് പറയുന്നത് മഗ്നീഷ്യം, സിലിക്കൺ, സൾഫർ, ആർഗോൺ, കാൽഷ്യം, അതുപോലെ തന്നെ ഇരുമ്പ്. 1-ാം തീയതിയാണ് വിക്ഷേപണം നടന്നത്. 5-ാം തീയതി മുതൽ നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ടുകളാണ്, ക്രോഡീകരിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ISRO ഇന്ന് അല്പസമയം മുമ്പ് പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. 2 പേലോഡുകളാണ് ഉള്ളത്, നമുക്കറിയാം. ഒന്ന് എക്സ്പെക്റ്റും, ഒന്ന് പൊളിക്സുമാണ്. അത് ഇപ്പോൾ എക്സ്പെക്റ്റിൽ നിന്നുള്ള ആദ്യഘട്ട വിവരങ്ങൾ പുറത്തു വന്ന് തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ പൊളിക്സിൽ നിന്നുള്ള വിവരങ്ങൾ വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ശാസ്ത്രലോകം. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ശേഷം ഈ പറഞ്ഞ രീതിയിൽ ശരി മനേഷ് മൂർത്തി, ഏതായാലും ISROയുടെ വിജയകരമായ ദൗത്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും സൂപ്പർനോവയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, അതിൽ നിന്നും ശുഭസൂചകമായ വിവരങ്ങളാണ്, കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് വിവരങ്ങൾ പങ്കുവച്ചത് മനേഷ് മൂർത്തിയാണ്, ചെന്നൈയിൽ നിന്ന്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.